നമ്മുടെ MCO 15 ഫസ്റ്റ് യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്, ഇന്ത്യയുടെ വിദേശ വ്യാപാരം. നമുക്കറിയാം, ഇന്ന് ഓപ്പൺ എക്കോണമികളാണ് എല്ലാവരും. ക്ലോസ്ഡ് എക്കോണമി ഇന്ന് ലോകത്ത് ഇല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾക്ക് തങ്ങളുടെ മാർക്കറ്റിനെ തുറന്നു കൊടുക്കുന്നതിനാണ് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. എന്നാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്തുന്ന കൺട്രികൾ, കാരണം ആർക്കും ഈ സ്വന്തം സഫീഷ്യൻ്റ് അല്ല ഏത് രാജ്യവും. പലർക്കും പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വേണം. പലയിടത്തും പലതും ബാലൻസ് ഉണ്ടാവും, അത് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏതൊരു രാജ്യത്തിൻ്റെയും എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫോറിൻ ട്രേഡില്ലാതെ രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഫോറിൻ ട്രേഡ്, ഈ വിദേശ വ്യാപാരം അല്ലെങ്കിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇത്രയും പ്രാധാന്യമാവുന്നത്? അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കാം. നമ്പർ 1, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. രാജ്യത്ത് ഫോറിൻ ട്രേഡ് നടന്ന് സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറുകൾ വളരുള്ളൂ, എന്നാൽ അപ്പോഴേ രാജ്യത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഫോറിൻ ട്രേഡ് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നു. വിദേശത്തേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് നടത്തണമെങ്കിൽ ഇവിടെ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ രാജ്യത്ത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു. ടു മീറ്റ് ഷോർട്ടേജ് ഓഫ് എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ്. ജനങ്ങൾക്ക് ആവശ്യമായ കൺസ്യൂമർ ഗുഡ്സ് എല്ലാം, ഒരു രാജ്യത്തിന് ആവശ്യമായ എല്ലാ കൺസ്യൂമർ ഗുഡ്സും ഒരു പക്ഷേ ആ രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിന് റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിൻ്റെ പ്രശ്നവും പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ ആ ഷോർട്ടേജുകളൊക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ പല എസെൻഷ്യൽ ഗുഡ്സുകൾ, വണ്ടികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചോക്ലേറ്റുകളോ, ഒരുപാട് സംഗതികൾ, പിന്നെ അതൊക്കെ വിദേശത്തു നിന്ന് ഇറക്കാണ്. കാരണം നമ്മുടെ വാൺസിന് ആവശ്യമുള്ള, നമ്മുടെ ഡിമാൻഡിന് ആവശ്യമുള്ള അത്രയും സപ്ലൈ പലപ്പോഴും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ടു മീറ്റ് ദ നീഡ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. രാജ്യത്തെ ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള, അതുപോലെ രാജ്യത്തെ ഫാമേഴ്സിന് ആവശ്യമുള്ള ക്യാപിറ്റൽ ഗുഡ്സുകൾ, അതിൻ്റെ നീഡ്സ് ശരിക്കും ഫുൾഫിൽ ചെയ്യണമെങ്കിൽ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. നമ്മുടെ പാടത്തേക്ക് ആവശ്യമുള്ള ഹൈടെക് വാഹനങ്ങളും ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള ഹെവി മെഷീൻസൊന്നും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു പക്ഷേ ഇന്ത്യ എന്ന് വിചാരിക്കേണ്ട, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് അത് ഇമ്പോർട്ട് ചെയ്താലേ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ടു ഒബ്റ്റെയിൻ ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ട്. രാജ്യത്തെ ഇൻഡസ്ട്രീസിന് അവർക്ക് പ്രൊഡക്ഷൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഇൻപുട്ടുകൾ, പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇൻഡസ്ട്രീസ് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഫ്യൂവല്, അതൊക്കെ നമ്മൾ വിദേശത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇമ്പോർട്ട് നടന്നാൽ അതുണ്ടാവുള്ളൂ. എക്സ്പോർട്ട് ഓഫ് സർപ്ലസ് പ്രൊഡക്ഷൻ. രാജ്യത്ത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ബാലൻസ് ഉള്ള നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അതിവിടെ മാർക്കറ്റിൽ കിടന്ന് ഇവിടെ വില ഇടിയും. അത് നമുക്ക് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഫോറിൻ കറൻസി, ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. കാരണം ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ, സേഫായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വിദേശ നാണയം എപ്പോഴും കയ്യിൽ കുറച്ച് സ്റ്റോക്ക് വേണം, സേവിങ് വേണം. കാരണം നമ്മുടെ രാജ്യത്തെ നാണയം ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തു നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് റഷ്യയിൽ നിന്നോ സൗദിയിൽ നിന്നൊക്കെ ഫ്യൂവല്, പെട്രോൾ കിട്ടണമെങ്കിൽ ചിലപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യും സൗദി റിയാൽ തന്നെ വേണം, അല്ലെങ്കിൽ ഡോളർ തന്നെ വേണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യും. അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും വിദേശ കറൻസി ഡോളർക്ക് വേണം. അപ്പോൾ അങ്ങനെ വിദേശ കറൻസി കിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ട് നടക്കണം. അപ്പോൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്തുകൊണ്ട് പ്രാധാന്യം, ഇത്രയും കാര്യം കൊണ്ടാണ് അത് പ്രാധാന്യം പറയുന്നത്. നെക്സ്റ്റ്, ഓരോന്നിനും വിശദീകരിക്കുന്ന ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂസ് ഓഫ് ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പൂർ ക്വാളിറ്റി പ്രൊഡക്റ്റ്. നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്റ്റൊന്നും അത്ര ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് ഇൻ്റർനാഷണലിൽ കാണുന്നില്ല. മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് കാണുന്നത് പോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ആരും കാണുന്നില്ല. ഹൈ കോസ്റ്റ്. ഇന്ത്യയിൽ പല കാരണത്താൽ, ഒന്ന് വലിയ മെഷീനില്ല, പലപ്പോഴും ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ പലപ്പോഴും മെഷീന് പകരം തൊഴിലാളികൾ ഉപയോഗിക്കുന്ന കാരണത്താലും, ചൈനയെ പോലെ അല്ലാതെ ഇന്ത്യയിൽ ലേബർ കോസ്റ്റ് കൂടുതലുള്ള, അങ്ങനെ പല കാരണത്താലും ഹൈ കോസ്റ്റാണ് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിദേശത്തേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ചിലവ് കൂടുകയാണ്. പൂർ ടെക്നോളജി. ഇന്ത്യയിലെ ടെക്നോളജി ഇപ്പോഴും ആ ഒരു പല കൺട്രീസുകളിലും, ഹൈടെക് കൺട്രികളിലെ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഒരു 30 വർഷത്തെ അപ്പുറത്തുള്ള അവസ്ഥ പോലും ഇന്ത്യയിൽ ഇപ്പോൾ ടെക്നോളജീൻ്റെ വിഷയത്തിൽ എത്തിയിട്ടില്ല. ലെസ് റിലയബിലിറ്റി. ഇന്ത്യയിലെ പ്രൊഡക്റ്റിനെയും ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സിനെയും ഇൻ്റർനാഷണലി റിലയബിൾ, വിശ്വാസ്യത കുറവാണ്. ഒന്ന്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. 2, കോൺട്രാക്റ്റ്. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ എക്സ്പോർട്ടേഴ്സായിട്ട് കോൺട്രാക്റ്റ് നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും ആ കോൺട്രാക്റ്റ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ AC യോ ഫ്രിഡ്ജോ എല്ലാം വാങ്ങുകയാണെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ് കിട്ടുന്ന കമ്പനിയാണ് വാങ്ങുക.
ഇന്ത്യയിലുള്ള ഒരു ബ്രാൻഡ് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആഫ്റ്റർ സെയിൽ സർവീസ് അവർക്ക് പ്രയാസം പലപ്പോഴും നേരിടുന്നുണ്ട് ഇൻ്റർനാഷണലി. അതൊക്കെ നമ്മുടെ എക്സ്പോർട്ടിനെ ബാധിക്കുന്നുണ്ട്. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ്, റോഡായാലും കമ്മ്യൂണിക്കേഷനായാലും ട്രാൻസ്പോർട്ടേഷനായാലും വെയർ ഹൗസിംഗ് ആയാലും ഇതിൻ്റെയൊക്കെ കുറവ് എക്സ്പോർട്ടിനെ ബാധിക്കുന്നുണ്ട്. സപ്ലൈ പ്രോബ്ലം, അതായത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഗുഡ്സിൻ്റെ സപ്ലൈ വേണ്ടേ. നമ്മൾ പലപ്പോഴും എക്സ്പോർട്ട് കണ്ടിട്ട് ഇവിടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നില്ല. മറിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നു, അപ്പോൾ ബാക്കി വരുന്നത് എക്സ്പോർട്ട് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ് മാത്രമാണുള്ളത്. ഇതൊക്കെയാണ് ഇന്ത്യ നിലവിൽ ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. നെക്സ്റ്റ്, മേജർ ഇഷ്യൂസ് ഇൻ ദി വേൾഡ് ട്രേഡ്. ലോക വ്യാപാരത്തിൽ ഇന്ന് ഉള്ള പ്രധാന പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ എന്നല്ല ആഗോള വ്യാപാരത്തിൽ ഇന്ന് രാജ്യങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിക്കണം. ഒന്ന്, എക്കണോമിക് വാർഫെയർ. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അന്നൊരു യുദ്ധമാണ്. ഒരു രാജ്യത്തിനെ തകർക്കാൻ ബോംബിടേണ്ട ആവശ്യമില്ല, അവിടേക്കുള്ള കച്ചവടങ്ങൾ നിർത്തിയാൽ മതി. ഓക്കെ, ഇപ്പോൾ പല രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇതൊക്കെ നിർത്തി യുദ്ധം ഉണ്ടായപ്പോൾ. അപ്പോൾ ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു യുദ്ധമായിട്ട് കാണാം. ഒരു യുദ്ധത്തിനുള്ള ഒരു വെപ്പണായിട്ട് കാണുന്ന ഒരു അവസ്ഥ. ജിയോ പൊളിറ്റിസൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോള രാഷ്ട്രീയം. ഇന്നിപ്പോൾ നമുക്ക് പറയാം ആഗോളതലത്തിൽ അമേരിക്ക ഒരു പൊളിറ്റിക്സ് വല്ലാതെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആഗോള ഭരണങ്ങൾ അത് പലപ്പോഴും കച്ചവടത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾക്ക് അവിടുത്തെ നല്ല എക്കണോമിയിൽ നല്ല ഹാൻഡുണ്ട്, ചില കൺട്രീസിന് അത്ര ഹാൻഡില്ല എക്കണോമിയിൽ. അങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ, അതിൽ വേൾഡ് ട്രേഡിനെ ബാധിക്കുന്നു. എന്നാൽ ചില രാജ്യങ്ങൾക്ക് അവരുടെ എക്കണോമിയിൽ നല്ല ഹൈ പവറുണ്ട്, അതിൽ ഇടപെടാൻ കഴിയും. ചിലത് ഫുൾ ക്യാപിറ്റലിസമാണ്, സ്റ്റേറ്റിന് അങ്ങനെ ഒരു ഇടപെടാൻ കഴിയുന്നില്ല. അത് ലാക്ക് ഓഫ് ലീഡർഷിപ്പ്. ആഗോളതലത്തിൽ അങ്ങനെ ഒരു ലീഡർഷിപ്പ് പലപ്പോഴും പല രാജ്യങ്ങളും ലീഡർഷിപ്പ് ഒരു ഡൊമിനേറ്റ് ചെയ്യാൻ മേൽക്കോയ്മ എടുക്കാൻ വരുന്നുണ്ടെങ്കിലും കൃത്യമായ ആഗോളതലത്തിൽ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിനൊരു ലീഡർഷിപ്പില്ല. പവർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആഗോള വ്യാപാരത്തിനുള്ള അധികാരത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും വലിയ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ആ ഒരു പരിധിയിലെത്താൻ ആ ഒരു പവറൊന്നും ചെറിയ ലോക്കൽ കൺട്രീസിന് കിട്ടുന്നില്ല. എന്നാൽ അധികാരത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ പ്രശ്നങ്ങളുണ്ടെന്നർത്ഥം. എല്ലാ രാജ്യങ്ങൾക്കും ഒരേ അധികാരം കിട്ടുന്നില്ല. പലപ്പോഴും അമേരിക്ക, ചൈന പോലത്തെ ഹൈ ലെവൽ കമ്പനികൾ ചെറിയ രാജ്യങ്ങളൊക്കെ ആ വിഷയത്തിൽ പിന്തള്ളുന്നു. വീക്കർ അണ്ടർ ഡോഗ്സ് എന്നാണ് നമ്മളീ പറഞ്ഞ പവർ ഡിസ്ട്രിബ്യൂഷൻ്റെ വിഷയം തന്നെ. വീക്കായി കിടക്കുന്ന താഴെയുള്ള കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, അവർക്ക് പലപ്പോഴും ഇത് മറ്റു രാജ്യങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ അവരെടുത്തെത്താൻ സാധിക്കുന്നില്ല ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ വിഷയത്തിൽ. അതുപോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് പോലത്തെ പെട്രോള് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അതുപോലത്തെ വിഷയങ്ങൾക്കുള്ള പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ പലപ്പോഴും ഇൻ്റർനാഷണൽ ട്രേഡിനെ ബാധിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. മെറ്റീരിയൽ നോക്കി പഠിക്കുന്ന ആളുകൾ അതിലുള്ള വിഷയങ്ങൾ, ഇതിൽ കവർ ചെയ്യാത്ത വിഷയങ്ങൾ അതിൽ വരുമ്പോൾ ആവശ്യമുള്ളതൊന്ന് ഡയറക്റ്റ് ചോദിച്ചാൽ മതി വാട്സപ്പിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി ആണെങ്കിൽ ഇത്രയും വിഷയങ്ങൾ പഠിച്ചിട്ട് ബാക്കി അവിടുത്തെ നമ്മുടെ വിഷയങ്ങൾക്ക് ഭാഷ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. പ്രധാനമായിട്ടും മേജർ ഇഷ്യൂസ് ഇൻ ദി വേൾഡ് ട്രേഡും അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രോബ്ലം, ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു പോയിൻറ്റും, അതായത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. ഓക്കെ, ഇതോടെ ഈ യൂണിറ്റ് അവസാനിപ്പിക്കുക.